ഗൈസ്, ഇന്ന് നമ്മൾ ഹോം റെമഡി ആയിട്ട് വന്നതൊന്നുമല്ല. നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്കിത് റിക്വസ്റ്റ് വന്നിട്ടുള്ളതാണ്. സാധാരണയായിട്ട് ഞാനിങ്ങനെ മിക്സ് ആക്കുന്നത്, ജെൽസ് ഒക്കെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും കൊടുത്തിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യൂ, ഇത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ പോകണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ. ആദ്യത്തേത് നമ്മുടെ ടീ ട്രീയുടെ ആ ഒരു ഹൈഡ്രോസോളാണ് കേട്ടോ. നമ്മൾ റോസ് വാട്ടർ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ റോസ് ടോണർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ടോണറാണ് കേട്ടോ. നമ്മുടെ ടീ ട്രീയുടെ ആ ഒരു ടോണറാണത്. ഇതിൻ്റെ ബെനിഫിറ്റ് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, നമുക്ക് ഫ്രഷ് ആയിരിക്കാനായിട്ടും. നമ്മൾ റോസ് വാട്ടർ എങ്ങനെ ഉപയോഗിക്കുന്ന അതേ ഒരു ഇത് തന്നെയാണ് നമുക്ക് ഇതൊന്നും കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ട്രീറ്റഡ് അത് ചേർക്കാൻ തന്നെ കാരണം നമുക്ക് പിമ്പിൾസ് പോലത്തെ ചെറിയ പിമ്പിൾസ് അല്ല, പക്ഷേ ചെറിയ ചെറിയ തരിതരിയായിട്ടുള്ള കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും നമ്മുടെ സ്കിന്നിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ അലർജി ആയിട്ട് അതിങ്ങനെ വരുന്നത്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോണർ യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഡെമോ കാണിക്കുകയാണ്, അല്ലാതെ നമ്മുടെ സ്പ്രേ ബോട്ടിൽ വർക്കാവാതെ ഇരിക്കുകയല്ല കേട്ടോ. എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ കണ്ടത് എനിക്ക് തോന്നുന്നത്. ചെയ്യുന്ന സമയത്ത് ശരിക്കും ഡെമോ ആയിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ആക്ഷൻ കൊടുത്തതാണ്. ന്യൂ ബോട്ടിലാണ് നമ്മളിത് സെയിലാക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പ്രേ ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇനി പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ലിപ് ബാമാണ്. ഈ ലിപ് ബാം വന്നിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറി നമ്മുടെ ലിപ്പ് ഒന്ന് നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ കളറൊന്നും ഞാൻ ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് കളറൊന്നും ചേർത്തില്ല, കളറോ ഫ്രാഗ്രൻസോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ചിഷ്ട തന്നെയാണ്. നമ്മുടെ ലിപ്പിലുണ്ടാകുന്ന ആ പിഗ്മെൻറ്റേഷൻ, ആ ഒരു പിഗ്മെൻറ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ചിഷ്ട യൂസ് ആക്കിയിരിക്കണം. ഈ ഒരു കളർ നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ലിപ്പിനെ മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ടും ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറാനും വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമുക്കിതൊരു ലിപ്സ്റ്റിക് ആയിട്ടൊന്നും യൂസ് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ടോണർ നമ്മൾ സ്റ്റീമിംഗ് മെത്തേഡ് വഴിയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് സോപ്പാണ്. ലിക്വിഡ് ബാത്ത് സോപ്പും അതുപോലെ തന്നെ നോർമൽ ബാത്ത് സോപ്പും നമ്മുടെ കയ്യിൽ രണ്ടും അവൈലബിൾ ആണ്. പക്ഷേ ബാത്ത് സോപ്പ് നമ്മൾ ആ കട്ടിയായിട്ടുള്ള ആ ഒരു ബാത്ത് സോപ്പ് നമ്മളിപ്പോൾ ക്യൂർ ആവാൻ വേണ്ടി സമയം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആയിട്ടില്ല, ഏകദേശം ഒരു 20-25 ദിവസം ആയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണം. നമുക്കിത് 30 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 35 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു സോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിന് ക്യൂറിങ് ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ആയിട്ടില്ല ഈ ഒരു സോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹെർബൽസ് ഇട്ടിട്ടുണ്ട്. ലിക്വറൈസ് പൗഡർ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, വേറെയും പൗഡർ ചേർത്തിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ബിസിനസ് സീക്രട്ടാണ്. അപ്പോൾ ഞാനൊരു ലിക്വറൈസ് പൗഡർ രണ്ടിലും നമ്മുടെ ലിക്വിഡ് ബാത്ത് സോപ്പിനകത്തും ഈ ഒരു സോപ്പിനകത്തും നമ്മൾ കുറച്ച് ഹെർബൽസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അഴുക്കിനെയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്ത് കാണിക്കാനും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതും അങ്ങനെ അങ്ങ് കുളിച്ചിട്ട് വരാൻ പാടില്ല. ഫേസിൽ നമുക്ക് അപ്പോൾ തന്നെ വാഷ് ചെയ്തെടുക്കാം. അതല്ല നമ്മൾ ബോഡിയിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് സമയം കൊടുക്കും, ഉണങ്ങാനായിട്ട് സമയം കൊടുക്കും. എന്നതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകാനായിട്ട്. എങ്കിൽ മാത്രം നമ്മൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു ഹെർബൽസ് നമ്മുടെ ശരീരത്തിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ പാക്കേജിങ് സ്റ്റൈലും മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഈ രീതിക്കൊന്നും ആയിരുന്നില്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പാക്കേജിങ് സ്റ്റൈൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ ആ കാണിക്കുന്ന പോലത്തെ ആ ഒരു കവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വെറും പോസിറ്റീവ് മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അതിനകത്ത് എല്ലാവർക്കും ഉണ്ടാകും നെഗറ്റീവ്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 കേസ് കേട്ടോ, 3-4 കേസ്, അതിലെന്തായാലും കൂടിയിട്ടില്ല, അത് കുറയാനേ സാധ്യതയുള്ളൂ. ഒരു 3 അല്ലെങ്കിൽ 4 കേസോളം ആൾക്കാർ നമ്മുടെ ഇതുപോലെ ബോട്ടിൽ മേടിച്ചിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് മൂടി പൊട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇച്ചിരി, ഒരുപാട് അങ്ങ് പോയിട്ടൊന്നുമില്ല, ഇച്ചിരി നമ്മുടെ ആ ക്രീമൊക്കെ അങ്ങ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പാക്കേജിങ്ങിലും മാറ്റം വരുത്തി, അതുപോലെ തന്നെ ഉള്ളിൽ ബബിൾസ് റാപ്പൊക്കെ വെച്ച് നന്നായിട്ട് നമ്മൾ സെക്യൂർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബോട്ടിലും മാറ്റം വരുത്തി, ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി പറയണല്ലോ, അല്ലാതെ ഞാൻ വെറും പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നെഗറ്റീവും പറയണ്ടേ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ക്രീമാണ്. അപ്പോൾ ഞാനത് ഏകദേശം ഇത്രത്തോളം യൂസ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രഷ് ബോട്ടിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡെയിലി യൂസ് ആക്കത്തൊന്നുമില്ല, നമ്മൾ പുറത്ത് പോകുന്ന സമയത്തും അതുപോലെ തന്നെ എൻ്റെ സ്കിന്നൊന്ന് ഡ്രൈ ആവുന്നു ഫീൽ ആവുന്ന സമയത്തൊക്കെ ഞാനിത് യൂസ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള ബട്ടേഴ്സും നമ്മുടെ ആൽമണ്ട് ഓയിലൊക്കെയാണ് ഇതിനകത്ത് യൂസ് ആക്കിയിരിക്കുന്നത്. നമുക്ക് ഓൾ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് യൂസ് ആക്കാൻ പറ്റും. പിമ്പിൾസ്, ആക്നെ പ്രോൺ സ്കിന്നുകാർക്കൊന്നും ഇത് സൂട്ട് ആവത്തില്ല
ആവത്തില്ല കേട്ടോ. ഈ പിമ്പിൾസുകാർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഓയിൽസ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പിമ്പിൾസ് വഷളാവത്തേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തായാലും സൂട്ട് ആവത്തില്ല. ബാക്കി ഓൾ സ്കിൻ ടൈപ്പുകാർക്ക് പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ക്രീം മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് പുറത്തോട്ട് വെയിലത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു മോയ്സ്ചർ ക്രീം അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിനും ഇതാണ് നമ്മൾ ഫൗണ്ടേഷനും മറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പുറത്തോട്ട് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇതങ്ങ് അബ്സോർബ് ആയിക്കോളും. ഒട്ടും തന്നെ ഓയിലി ആയിട്ടോ ഗ്രീസി ആയിട്ടോ നമുക്ക് ഫീൽ ആവത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രഷ് ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ഫ്രഷ് ബോട്ടിൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്കിത് പുറത്ത് പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ നോർമൽ ആലുവേറ ജെല്ലാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആലുവേറ ജെല്ല് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടീയുടെ ബെനിഫിറ്റ് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കണ്ണടിയത്തെ കറുപ്പ് പോകാനായിട്ടും നമുക്ക് പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലത്തെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഗ്രീൻ ടീ കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കോമ്പിനേഷൻ കൂടി ഇത്തവണ ഞാൻ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആലുവേറ ജെൽ, നോർമൽ ആലുവേറ ജെല്ലിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിമ്പിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് കുറച്ച് കൊണ്ടുവരും. അതാണ് നമുക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ സ്കിന്നിൽ. ഓക്കെ, ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന ടൈമൊന്നുമില്ല. നമുക്ക് രാവിലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാത്രി ഉപയോഗിക്കാം. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിരിക്കും അന്നേരമൊക്കെ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബോഡി ക്രീമാണ്. ഈ ഒരു ബോഡി മോയ്സ്ചറൈസർ ക്രീം നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിലർ എന്നോട് വന്ന് പറയും അവരുടെ ബോഡിയിൽ ഇതുപോലെ കറുത്ത പാടുണ്ട്, അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറി നമ്മൾ അവരുടെ സ്കിൻ ഒന്ന് ലൈറ്റൺ ആവണം അല്ലെങ്കിൽ ബ്രൈറ്റൺ ആവണം എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെർബൽസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ബട്ടേഴ്സ്, ഓയിൽസ്, ഹെർബൽസൊക്കെ ഇട്ടിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ബോഡി ക്രീമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് വളരെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു കളറും കറുത്ത പാടും എല്ലാം പോയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ആക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആയിക്കോളും. അതുപോലെ നമ്മുടെ ആ ഒരു ബോഡി നന്നായിട്ട് മോയ്സ്ചറായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് പറ്റിയിട്ട് ആൾക്കാരൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോഡി ക്രീം നമ്മൾ രാവിലെ ഉപയോഗിക്കാൻ പാടില്ല, രാത്രി വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു ഹെർബൽസ് നമ്മൾ പകൽ ഉപയോഗിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ സൺ ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. 50-50 ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ല, എല്ലാവരുടെ സ്കിന്നും വെറൈറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് സൺ ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് രാത്രിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ രാത്രി നമ്മളിത് കിടക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം കേട്ടോ. പിറ്റേന്ന് നമുക്ക് രാവിലെ കഴുകി കളഞ്ഞാൽ മതിയാകും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ബോഡി മോയ്സ്ചറൈസിംഗ് ക്രീമിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ലൈറ്റനിങ് ജെല്ല്, നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ലൈറ്റനിങ് ജെല്ല്. ഈ ഒരു ലൈറ്റനിങ് ജെല്ലിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ എല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനൊന്ന് ലൈറ്റൻ ചെയ്ത് കാണിക്കും. വൈറ്റേൺ അല്ല കേട്ടോ, ലൈറ്റേൺ ആണ്. അപ്പോൾ ലൈറ്റേൺ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ കളറിൽ ഒരു മാറ്റം കൊണ്ടുവരും. നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ മുന്നേ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ലൈറ്റനിങ് ജെല്ലിന് ഇതേ ഒരു കളറായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു ബ്രൗൺ കളർ, ഒരു ഡാർക്ക് ബ്രൗൺ കളറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഇത്തവണ ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് വേറൊരാളെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ചെമ്പരത്തി പൂവാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ലൈറ്റനിങ് ജെല്ലിന് ആ ഒരു ഡാർക്ക് ബ്രൗണും അല്ല ബ്ലാക്കും അല്ലാത്തൊരു കളറായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നേരത്തെ ചെയ്തിരിക്കുന്നതിനകത്ത് 7 ഹെർബൽസ് ആയിരുന്നു. ഇത്തവണ ഈ ഒരു ചെമ്പരത്തി പൂ കൂടെ ആഡ് ചെയ്തപ്പോൾ നമ്മൾ 8 ഹെർബൽസ് ആയിട്ടോ. അപ്പോൾ നമുക്ക് ഒരേ ബെനിഫിറ്റ് തന്നെയാണ് കിട്ടുന്നത്. ചെമ്പരത്തി പൂ ചേർത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഒന്നും കുറയുന്നില്ല, നമുക്ക് കൂടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റനിങ് ജെല്ലിൻ്റെ ആ ഒരു കളർ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ജെല്ല് അതുപോലെ ബ്രൗൺ കളർ ആയിരിക്കും. ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ജെല്ലിനകത്ത് ആ ഒരു ചെറിയൊരു ബ്ലാക്ക് ടിൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു കളറാണ്. ആ ഒരു കളറും നമ്മൾ ബാക്കി ഇട്ടിരിക്കുന്ന ആ ഒരു 7 ഹെർബൽസിൻ്റെ കളറും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കളർ കോമ്പിനേഷനാണ് ഈ കാണുന്ന ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു ബ്രൗൺ കേട്ടോ. ഡാർക്ക് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ബ്ലാക്ക് ഒന്നും പറയാൻ പറ്റില്ല, ആ രീതിക്കുള്ള കളർ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റനിങ് ജെല്ല്. ഈ ഒരു ലൈറ്റനിങ് ജെല്ല് നമുക്ക് രാത്രി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പകൽ ആരും തന്നെ ഉപയോഗിക്കരുത്, നമുക്ക് സൺ ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം പോയി കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ അങ്ങ് കഴുകി കളയുക. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് അങ്ങ് ചെയ്യാം. നമുക്കിത് ഫേസിൽ മാത്രമല്ല കയ്യിലും അപ്ലൈ ചെയ്യാം, കാലിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു ലൈറ്റനിങ് ജെല്ല് യൂസ് ആക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കഡിക്ക പ്ലസ് ആലുവേറ ജെല്ലാണ്. ഈ ഒരു ആലുവേറ ജെല്ല് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സ്പാച്ചസ്, കരിമങ്ങലം, കണ്ണിനടി ഉണ്ടാവുന്ന കറുപ്പ്, ഏജ്ഡ് ആവുന്നതോടെ ഉണ്ടാവുന്ന വ്രിങ്കിൾസ്, ചുളിവ്, വരകൾ എല്ലാം തന്നെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്ത് കാണിക്കണം. അതുപോലെ നല്ല ഗ്ലോയിങ് ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കഡിക്ക പ്ലസ് ആലുവേറ ജെല്ല് യൂസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം കുറച്ച് കൊണ്ടുവരാനായിട്ട്, മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും നമുക്ക് ഈ ഒരു കഡിക്ക പ്ലസ് ആലുവേറ ജെല്ല് യൂസ് ആക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഇത് ഫേസിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്കളറേഷൻ, സൺ ടാൻ അല്ലെങ്കിൽ ആ ഒരു കറുത്ത പാട് ഇതെല്ലാം റിമൂവ് ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു കടുക്ക പ്ലസ് ആലോവേറ ജെല്ല് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എങ്ങനെ മേടിക്കാം എന്നുള്ളത് നോക്കാം. ഇത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മേടിക്കാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഈ ഒരു സ്ക്രീനിനകത്തോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ ആയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അതിലോട്ടേക്ക് കോൾ ചെയ്യാൻ പറ്റത്തില്ല, എന്നോട് ചാറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് പറയുക, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കൂടി അതിനകത്ത് പറയണം കേട്ടോ. പിന്നെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് കൂടി പറയുക. എന്നതിന് ശേഷം ഞാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള, നിങ്ങളുടെ ഫേസിന് പറ്റിയിട്ടുള്ള ഒരു ജെല്ല് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് എനിക്ക് അങ്ങ് സെൻഡ് ആക്കി തരിക. അഡ്രസ്സിനകത്ത് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ പിൻകോഡ്, ലാൻഡ് മാർക്ക്, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു കോൺടാക്ട് നമ്പർ, ഈ ഒരു ഫോൺ നമ്പർ വെക്കാൻ പറയാൻ കാരണം ഇത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന പോസ്റ്റ്മാന് എന്തെങ്കിലും നിങ്ങളുടെ അഡ്രസ്സിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്പർ വെക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ കൂടി അതിനകത്തേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് എനിക്കതങ്ങ് സെൻഡ് ആക്കി തരാം. പിന്നെ നമ്മളിത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. നമ്മളിതിൽ ആദ്യം ഗൂഗിളിൽ ക്യാഷ് പേ ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് സെൻഡ് ആക്കുന്നത്. ഇത് സ്പീഡ് പോസ്റ്റ് കൊറിയർ സർവീസാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ തന്നെ പ്രൊഡക്റ്റ് കിട്ടും, പോയി മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ പ്ലേസ് അനുസരിച്ചിട്ട് എക്സ്ട്രാ ഡെലിവറി ചാർജ് കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ക്രീംസിന് പുറമെ എക്സ്ട്രാ ഡെലിവറി ചാർജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പ്രൊഡക്റ്റ് സെൻഡ് ആക്കി ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ആ ഒരു വാട്സാപ്പ് നമ്പറിൽ എന്നോട് ചാറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.